ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാർമേഘങ്ങളൊക്കെ മൂടിക്കെട്ടി മഴ പെയ്യാനായിട്ടുള്ള ഒരു സ്ഥിതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. കാറ്റൊക്കെ നന്നായിട്ട് വീശുന്നു. അപ്പം ഈവനിങ് സമയമാണ്. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു 6 മണി 6:30 ആ ഒരു ടൈമിൻ്റെ ആ ഒരു ഫീലിങ്സൊക്കെ നമുക്ക് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അത്രയ്ക്ക് കാർമേഘങ്ങൾ മൂടി കിട്ടിയിട്ട് ക്ലൈമറ്റൊക്കെ ആകെ ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത്, ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുന്ന ഉള്ളൊരു ഫീലിങ്സ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം അതിൽ നിന്നൊരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിലധികം കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓർക്കിഡ്സ്, റോസ്, അങ്ങനെയുള്ള കുറച്ച് ചെടികൾ. എനിക്ക് പലതിൻ്റെയും പേരൊന്നും അറിയാറില്ല. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു തോന്നൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനെയൊക്കെ നോക്കി പരിപാലിച്ച് നിൽക്കുകയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ അത്യാവശ്യം ഉന്മേഷത്തോടൊക്കെ ഉണ്ട്. ഈ ഒരു ടൈമിൽ എല്ലാ പ്രദേശത്തും വളരെയധികം മഴ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ജൂൺ ജൂലൈ മാസമൊക്കെ നല്ല തകർപ്പൻ മഴയുള്ള അതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. നമുക്കൊരു ചായ ഇട്ട് കുടിക്കാം എന്നൊരു തോന്നി ചായ ഇടാൻ പോവാണേ. ചായക്ക് വെള്ളമൊക്കെ വെച്ചു. ആമിക്ക് അത്യാവശ്യം കുറച്ച് ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് വൈകിട്ട് പാല്, ചായ അങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ കൊടുക്കാറില്ല. അതിന് പകരം നമ്മുടെ കൈപ്പെട്ടി വെള്ളമല്ലേ, കരിപ്പെട്ടി കാപ്പി, അതാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസം നമുക്ക് ഇഷ്ടമാണ്, അവൾ കുടിക്കുകയും ചെയ്യും. അപ്പം ഞാൻ കരിപ്പെട്ടി, അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയിലയില്ലേ, ചില നാട്ടിൽ ഞവരയില എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ പനിക്കൂർക്കയില എന്നാണ് പറയാറ്. അപ്പോൾ അത് ഇട്ടിട്ട് കാപ്പി ഉണ്ടാകും കേട്ടോ. അപ്പം ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കരിപ്പെട്ടി, പനം ശർക്കര, അങ്ങനെയൊക്കെ പല പേരിൽ പല നാട്ടിൽ അറിയപ്പെടും, അത് ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ചായ തിളച്ച് വരുന്നുണ്ട്. എനിക്ക് ചായക്ക് അത്യാവശ്യം മധുരം, കടുപ്പം ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കടുപ്പത്തിലാണ് ചായ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും താങ്ക്